ഒരു കാര്യം തികച്ചും പെർഫെക്റ്റ് ആകണം എന്നാലോചിച്ച് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ടോ? വർഷങ്ങൾ കഴിയും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹൗസ് വൈഫ് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ച് വർഷങ്ങൾ കാത്തിരിക്കും. എൻ്റെ സ്കിൽസ് പോരാ, ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം, ഇപ്പോൾ കഴിയില്ല. ഇതെല്ലാം എക്സ്ക്യൂസാണ്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ആലോചനയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഫസ്റ്റ് വീഡിയോ തികച്ചും പെർഫെക്റ്റ് ആയിരിക്കണം. തംബ്നെയിൽസ് എഡിറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് ഇതെല്ലാം പെർഫെക്റ്റ് ആകണം എന്ന് ആലോചിച്ച് അവസാനം ചാനലെ സ്റ്റാർട്ട് ചെയ്യില്ല. സത്യം പറയാലോ, പെർഫെക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണ്. പെർഫെക്റ്റ് ആയതൊന്നും തന്നെയില്ല. നിങ്ങളവിടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മത്സരിച്ചിരിക്കുന്നവർ വെയിറ്റ് ചെയ്യാണ്ട് അവരവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അവരുടെ ആദ്യത്തെ ശ്രമം 80% ക്വാളിറ്റി ആണെങ്കിൽ തന്നെയും അത് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അപ്പോഴും അവിടെ ആലോചനയിലായിരിക്കും. എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക, ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ്. ചെയ്ത് തീർക്കുന്നത് പൂർണ്ണതയേക്കാൾ നല്ലതാണ്. ഫസ്റ്റ് വേർഷൻ 70% ക്വാളിറ്റി ആണെങ്കിലും അത് ലോഞ്ച് ചെയ്യാം. കാര്യം ഫീഡ്ബാക്ക് കിട്ടും, ഇമ്പ്രൂവ് ചെയ്യാം. ഒരു തവണ തുടങ്ങിയാലേ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അതിനനുസരിച്ച് കൂടുതൽ നന്നാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ടേക്ക് പോകാം. അതേസമയം നിങ്ങളവിടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് 0 ആയി പോകും. നിങ്ങളുടെ ആദ്യത്തെ ശ്രമം എത്ര ഇംപെർഫെക്റ്റ് ആണെങ്കിലും അത് മറ്റൊരാളുടെ പെർഫെക്റ്റിനേക്കാളും ബെറ്ററാണ്. കാരണം നിങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൂർണ്ണതയേക്കാൾ പുരോഗതിയാണ്. ഈ ഒരു നിമിഷം സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല.